ഗൾഫ് രാജ്യങ്ങളിൽ ക്രൂഡ് ഓയിൽ കൂടുതലായി ലഭിക്കാനുള്ള കാരണം എന്താണ്? ക്രൂഡ് ഓയിൽ രൂപപ്പെട്ടിട്ടുള്ളത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കടലിൽ ജീവിച്ച പ്ലാങ്ക്ടൺ, പ്ലസുകൾ അതുപോലെ മറ്റ് കടൽ ജീവജാലങ്ങളുടെയും അവശിഷ്ടങ്ങളിൽ നിന്നാണ്. ഇങ്ങനെ കടലിന്റെ അടിയിൽ രൂപപ്പെട്ട ഓയിൽ കരയിൽ വരാൻ കാരണം ഇപ്പോൾ കാണുന്ന ഗൾഫ് രാജ്യങ്ങളിലെ മരുഭൂമികളെല്ലാം ഏകദേശം 10 കോടി വർഷങ്ങൾക്ക് മുൻപ് തെത്തീസ് എന്ന വലിയ കടലായിരുന്നു. ഈ കടലിലേക്ക് ഒരുപാട് നദിയിലെ ജലവും എത്തുന്നത് കാരണം ജലവും ജീവജാലങ്ങളും സമ്പുഷ്ടമായിരുന്നു. ഈ ജീവികൾ മരിച്ചു കഴിഞ്ഞ് അവയുടെ ശരീരാവശിഷ്ടങ്ങൾ കടലിന്റെ അടിത്തട്ടിൽ എത്തുകയും കാലക്രമേണ ഇതിന്റെ മുകളിലേക്ക് ലവണങ്ങളും ചെളിയും മണലും വന്നു ചേരും. അങ്ങനെ മുകളിലുള്ള വെള്ളത്തിന്റെയും മറ്റും ഉയർന്ന മർദ്ദവും ഉള്ളിലെ ചൂടും മറ്റ് ജിയോളജിക്കൽ ഫോഴ്സും കാരണം കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുള്ള രാസമാറ്റം കാരണം ഈ അവശിഷ്ടങ്ങൾ ഗ്യാസും ഓയിലുമായി മാറി. ഇത് ഭൂമിയുടെ നിരപ്പിലേക്ക് വരാനുള്ള കാരണം ടെക്ടോണിക് പ്ലേറ്റുകളുടെ കൂട്ടിയിടിയാണ്. ഏകദേശം 6 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചു. ഈ കൂട്ടിയിടിയിൽ അന്നുണ്ടായിരുന്ന തെത്തീസ് കടലിന്റെ ചില ഭാഗങ്ങൾ ഉയർന്ന കരയായി രൂപപ്പെട്ടു. അതാണ് ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ. ഈ അടിത്തട്ട് ഉയർന്ന കരയായി മാറിയപ്പോൾ സ്വാഭാവികമായും ഗ്യാസും ഓയിലും അതിന്റെ ഒപ്പം ഉയർന്നു വന്നു. അതുകൊണ്ടാണ് ആ ഭാഗങ്ങളിൽ കൂടുതലായി ക്രൂഡ് ഓയിൽ ഉള്ളത്. ഇവിടെയുള്ള 10 രാജ്യങ്ങളുടെയും ആകെ വിസ്തൃതി 51 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇത് നമ്മുടെ ഭൂമിയുടെ കരഭാഗത്തിന്റെ 3.4% മാത്രമാണ്. പക്ഷേ ലോകത്തിലെ ആകെ ഓയിലിന്റെ 48%, ഗ്യാസിന്റെ 32% ഇവിടെയാണ്. ഈ കൂട്ടിയിടിയിൽ മറ്റുള്ള ഭാഗങ്ങളും കരയായി മാറിയിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്ക് വലുപ്പത്തിൽ ഇല്ല. ഇത് കാരണം ഇവിടെ കൂടുതൽ ക്രൂഡ് ഓയിൽ ലഭിക്കുന്നു.